മക്കളെ, അഴുവ മിസ്സാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പ്ലാൻ ഒക്കെ ഉണ്ടാവും അല്ലേ? നല്ല ബുക്കുകൾ വായിക്കുന്നുണ്ടാവും, നന്നായിട്ട് സിനിമ കാണുന്നുണ്ടാവും. ഇങ്ങനെ ഓരോ പ്ലാൻ ആയിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പോൾ പഠിക്കാൻ ഇതിനിടയിൽ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ? മിസ്സേ ഇപ്പോൾ പഠിക്കുന്നതൊന്നും പറയല്ലേ, ഞങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുകയായിരിക്കും എന്നായിരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ മക്കളെ, നമ്മൾ സ്കൂളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കാണാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് മാറിയിരിക്കുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ, 5ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറി. ഇതാ ഇപ്പോൾ 6ാം ക്ലാസ്സിൽ എത്തുമ്പോഴും ടെക്സ്റ്റ് ബുക്ക് മാറി. എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് മാറുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ചോദിക്കുക, എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, ഇതൊന്നും അറിയണ്ടാവില്ല. ഇതന്നെയായിരിക്കും നമ്മൾ എല്ലാ ക്ലാസ്സിലും വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ 5ാം ക്ലാസ്സിൽ നിങ്ങൾ സൈലം കണ്ട മക്കളാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ്, എന്താണ്, എങ്ങനെ വേണം പഠിക്കാൻ എന്നുള്ളത് അല്ലേ. അപ്പോൾ സൈലത്തിനെ കുറിച്ച് ആദ്യമായിട്ട് നമ്മുടെ ആപ്പിനെ കുറിച്ചും ഒക്കെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ കൂടി ഇതിനകത്തുണ്ടാവും. അതുകൊണ്ട് മിസ് ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ സൈലത്തിന് വജ്ര എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. നിങ്ങൾ 5ൽ നിന്ന് 6ലേക്ക് പോകുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ സബ്ജക്റ്റിൻ്റെയും, ഒരു സബ്ജക്റ്റിൻ്റെയോ 2 സബ്ജക്റ്റിൻ്റെയോ അല്ല കേട്ടോ, നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സബ്ജക്റ്റും നിങ്ങളുടെ സ്കൂളിലുള്ളതുപോലെ തന്നെ ഓരോ ചാപ്റ്ററും നമ്മളിവിടെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. കൃത്യമായിട്ട് പഠിക്കുക മാത്രമല്ല, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്നതിനോടനുബന്ധിച്ച് നമുക്കൊരു എക്സാമും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കൃത്യമായിട്ട് നമ്മളിതിൽ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എവിടെയൊക്കെ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചുകൂടെ അടിപൊളിയാക്കണം എന്നുള്ളത്. നിങ്ങൾക്കറിയാലേ, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. 7ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്ക് USS എക്സാം എന്ന് പറഞ്ഞൊരു എക്സാം കൂടെ വരുന്നുണ്ട്. അപ്പോൾ USS എക്സാമിനൊക്കെ 5ലും 6ലും ഒക്കെ പഠിച്ച കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റും കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് കാണുന്ന പാരൻസിനോട് കൂടി ഒന്ന് പറയട്ടെ. അപ്പോൾ നമ്മുടെ മക്കൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് അവർ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടോ, കാര്യങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിൽ കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ കൂടെയുണ്ട്. നിങ്ങളുടെ മക്കൾ കൃത്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, അവർക്ക് എത്ര മാർക്കാണ് ഓരോ എക്സാമിനും കിട്ടിയത്, എത്ര വീഡിയോസ് അവർ കണ്ടു തീർത്തു, ഇതൊക്കെ നിങ്ങൾക്കും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള ഒരു അവസരം ഇതിനകത്തുണ്ട്. മാത്രമല്ല, നമുക്കൊരു ആപ്പ് കമ്മ്യൂണിറ്റി കൂടെയുണ്ട്. ടീച്ചേഴ്സ് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കുമ്പോഴും എന്തൊക്കെ അപ്ഡേറ്റ്സുകളാണ് അവർക്ക് കൊടുക്കാനുള്ളത് എന്നൊക്കെ നിങ്ങൾക്കും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഓരോ ചാപ്റ്ററും നിങ്ങളുടെ കൂടെ നിന്ന് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്ക് ഏറ്റവും മികച്ചത് തന്നെ ആയിരിക്കും. മാത്രമല്ല, ഇനിയുള്ള സ്കൂളുകളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഏറ്റവും മുൻപന്തിയിൽ തന്നെ എത്തും. അപ്പോൾ ഈ ഒരു അവസരം ആരും മിസ്സാക്കരുത്. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.